എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സംസ്കൃതം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്ന നാമരൂപം തത്, ദകാരാന്ത സർവനാമ പുല്ലിംഗം. അതിൻ്റെ പ്രഥമ ഏകവചനമാണ് സഹ. സഹ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ആ ഒരു വ്യാകരണ രീതിയിൽ പറയുന്നത് ഇതാദ്യമായിട്ടായിരിക്കും. അപ്പോൾ തത് എന്നതിൻ്റെ ശബ്ദരൂപങ്ങളാണ്, നാമരൂപങ്ങളാണ് സഹ, തൗ, തേ, തം, തൗ, താം, തേന, താഭ്യാം, തൈഹി, തസ്മൈ, താഭ്യാം, തേഭ്യഃ, തസ്മാത്, താഭ്യാം, തേഭ്യഃ, തസ്യ, തയോഃ, തേഷാം, തസ്മിൻ, തയോഃ, തേഷു. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതുവരെ നമ്മൾ നാമരൂപങ്ങൾ കണ്ടു. ഇനി ക്രിയാപദങ്ങളെ പരിചയപ്പെടാം. ഇതിൽ നമ്മൾ വർത്തമാനകാലത്തെക്കുറിച്ച് മുൻപ് പഠിച്ചിട്ടുണ്ട്, പക്ഷേ അതിന് പറയുന്ന പേര് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. അതിന് പറയുന്ന പേരാണ് ലട്ട് ലകാര. പ്രസൻറ്റ് ടെൻസിന് സംസ്കൃതത്തിൽ പറയുന്നതാണ് ലട്ട് ലകാരം. ബാലകഃ പഠതി, അപ്പോൾ അവൻ എന്നുള്ളതാണ്. ബാലകൗ പഠതഃ, രണ്ട് ബാലന്മാർ പഠിക്കുന്നു. ബാലകാഃ പഠന്തി, കുറേ ബാലന്മാർ പഠിക്കുന്നു. ത്വം പഠസി, നീ പഠിക്കുന്നു. യുവാം പഠഥഃ, നിങ്ങൾ രണ്ടുപേർ പഠിക്കുന്നു. യൂയം പഠഥ, നിങ്ങൾ കുറേ പേർ പഠിക്കുന്നു. അഹം പഠാമി, ഞാൻ പഠിക്കുന്നു. ആവാം പഠാവഹ, ഞങ്ങൾ രണ്ടുപേർ പഠിക്കുന്നു. വയം പഠാമഹ, ഞങ്ങൾ കുറേ പേർ പഠിക്കുന്നു. ഇത് മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ആദ്യത്തെ ആ ഒരു ക്രിയാപദം പഠതി എന്നത് സംസ്കൃതത്തിൽ പ്രഥമ പുരുഷൻ എന്നാണ് പറയുക. അത് ഇംഗ്ലീഷിലാണെങ്കിൽ അതിനെ തേർഡ് പേഴ്സൺ എന്നാണ് പറയുക. അതാണ് പഠതി, പഠതഃ, പഠന്തി. അപ്പോൾ പ്രഥമ പുരുഷൻ്റെ ഏകവചനമാണ് പഠതി, ലട്ട് ലകാരത്തിലെ, അതിലെ പുല്ലിംഗം. അപ്പം ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ വ്യാകരണപരമായിട്ട് പറയുക. ലട്ട് ലകാരത്തിലെ പഠ് ധാതുവിൻ്റെ പ്രഥമ ഏകവചന രൂപം പഠതി. ഇങ്ങനെയൊന്നും കേൾക്കുമ്പോൾ ഇതെന്താണ് എന്നൊന്നും വിചാരിക്കേണ്ട. ഈ കാണുന്നത് തന്നെയാണ് പ്രഥമ ഏകവചനം. ഇനി പ്രഥമാദ്വിവചനം പഠതഃ. പ്രഥമ എന്ന് പറയുന്നത് പ്രഥമ പുരുഷനാണ്. പ്രഥമ ബഹുവചന രൂപം, പ്രഥമ പുരുഷ ബഹുവചന രൂപം പഠന്തി. മധ്യമ പുരുഷ ഏകവചന രൂപം പഠസി. മധ്യമ പുരുഷ ദ്വിവചന രൂപം പഠഥഃ. മധ്യമ പുരുഷ ബഹുവചന രൂപം പഠഥ. ഉത്തമ പുരുഷൻ സംസ്കൃതത്തിൽ ഫസ്റ്റ് പേഴ്സൺ, ഇംഗ്ലീഷിലെ ഫസ്റ്റ് പേഴ്സൺ, സംസ്കൃതത്തിലെ ഉത്തമ പുരുഷനാണ്. അപ്പോൾ ഉത്തമ പുരുഷ ഏകവചന രൂപം പഠാമി, ദ്വിവചന രൂപം പഠാവഹ, ബഹുവചനം പഠാമഹ. ഇനി ഇന്നത്തെ പാഠം ദ്വിചക്രികായാഹ ദുഃഖം. ദ്വിചക്രിക എന്നാൽ സൈക്കിൾ. അപ്പം സൈക്കിൾ തൻ്റെ ദുഃഖത്തെക്കുറിച്ച് ഒരു ആത്മകഥ പോലെ പറയുന്ന ഒരു പാഠമാണ്. അപ്പോൾ കുട്ടികളെ വിളിക്കുകയാണ്. ഭോ ഛാത്രാഹ ഭവന്തഃ മാം ജാനന്തി കില. ഭവന്തഃ, നിങ്ങൾക്ക്, മാം എന്നെ, ദ്വിതീയ, ജാനന്തി കില അറിയില്ലേ. അഹമേവ ഭവതാം പ്രിയമിത്രം സൈക്കിൾ യാനം. യാനം എന്നാൽ വാഹനം. ഞാനാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട സൈക്കിൾ വാഹനം. അഹം ഇദാനീം ദുഃഖിതഃ. ഇദാനീം ഇപ്പോൾ, ഞാൻ ആകെ ദുഃഖിതനാണ്. കാരണം കിമിതി വദാമി, എന്താണെന്ന് പറയാം. മാനവാഹ മാം ഉപേക്ഷ്യ, മാം എന്നെ, ഉപേക്ഷ്യ, നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ച ആ ഒരു പ്രത്യയമാണ് ഉപേക്ഷ്യ, ഉപേക്ഷിച്ചിട്ട്. മോട്ടോർ യാനാനി, മോട്ടോർ വാഹനങ്ങളെ ആശ്രയന്തി, അതാണ് എൻ്റെ ദുഃഖം. എന്നിട്ട് മമ ഗുണാൻ, എൻ്റെ ഗുണങ്ങളെ, ദ്വിതീയ ബഹുവചനം,
തേ അവർ വിസ്മരന്തി ച അവർ വിസ്മരിക്കുകയും ചെയ്യുന്നു. അതേസമയം സ്വന്തം തന്നെ ഉപയോഗിച്ചാൽ സൈക്കിൾ ഉപയോഗിച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഗമനായ ചതുർത്ഥി, ഗമിക്കാൻ വേണ്ടി പോകുവാൻ വേണ്ടി ഇന്ധനം ന ആവശ്യകം, ഇന്ധനം ആവശ്യമില്ല. കൃശമാർഗേണ അപി, ഇടുങ്ങിയ വഴികളിൽ പോലും അനായാസേന ഗമനം, അനായാസം പോകാം. അനായാസേന തൃതീയ വിഭക്തി. യാത്രികാഹ വ്യായാമം ലഭന്തേ ച, ആ എന്നെ ഉപയോഗിച്ചാൽ നിങ്ങൾക്കൊക്കെ വ്യായാമവുമായി. കിം ബഹുന, എന്താ ഞാൻ കൂടുതൽ പറയേണ്ടത്? ഹിതാ യാത്ര വ്യയം വിന, ഹിത എന്നാൽ നല്ല ഇഷ്ടപ്പെട്ട യാത്ര, വ്യയം ഒരു പൈസ ചെലവും വിന ഇല്ലാതെ. അതാണ് സൈക്കിളിൻ്റെ മുദ്രാവാക്യം. ഹിതായാത്ര വ്യയം വിന ഇത്യസ്തി മമ സന്ദേശഃ, ഇതാണ് എൻ്റെ സന്ദേശം എന്ന് സൈക്കിൾ സ്വന്തം കഥ പറയുകയാണ്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ സൈക്കിൾ യാനത്തിൻ്റെ ആ ഒരു വിശേഷതകൾ ആ സൈക്കിൾ യാനത്തിൻ്റെ താഴെ എഴുതണം. മോട്ടോർ യാനത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നെഗറ്റീവ് വശം അത് അതിൻ്റെ താഴെയായിട്ട് എഴുതണം. ഇതിൻ്റെ അർത്ഥം ഞാനിങ്ങനെ പറയാം, നിങ്ങൾ സ്വയം ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഇന്ധനസ്യ കൃതേ അധിക വ്യയഃ ഭവതി, ഇന്ധനത്തിനായിട്ട് പെട്രോൾ അടിക്കാൻ ഡീസൽ അടിക്കാനൊക്കെ അധിക വ്യയഃ ഒരുപാട് പണം ചെലവാക്കണം. അതെന്തിനാണ് എന്ന് അതിൻ്റെ താഴെ എഴുതുക. കൃശമാർഗേണ അനായാസേന ഗമനം, ഇടുങ്ങിയ വഴിയിൽ കൂടെ പെട്ടെന്ന് പോകാം. അന്തരീക്ഷ മലിനീകരണം ന സംഭവതി, അത് സംഭവിക്കുന്നില്ല. ക്രേതും, ക്രേതും എന്നാൽ വാങ്ങിക്കുവാൻ, തുമുൻ പ്രത്യയം. ക്രേതും വാങ്ങിക്കുവാൻ, കിഞ്ചിദേവ കുറച്ച് ധനം പര്യാപ്തം, കുറച്ചേ പണം വേണ്ടൂ. ഉപയോഗേന വ്യായാമം ലഭതേ, മനസ്സിലാകുന്നുണ്ടാവുമല്ലോ. വിഷധൂമേന, വിഷം വമിക്കുന്ന പുക കൊണ്ട് അന്തരീക്ഷ മലിനീകരണം സംഭവതി, അത് ഏത് ഉപയോഗിക്കുമ്പോഴാണ്? ഹിതായാത്രാ വ്യയം വിന, അത് എന്തിൻ്റെ സന്ദേശമാണ്? ക്രേതും അധികം ധനം ആവശ്യകം, വാങ്ങിക്കുവാൻ ഒരുപാട് പണം ആവശ്യമുണ്ട്. ഇതേതിനാണ്? ഇത് വളരെ എളുപ്പമാണ്, എന്നാലും നിങ്ങളുടേതായ രീതിയിലൊന്ന് ശ്രമിച്ചു നോക്കൂ. ഇവിടെ പലതരത്തിലുള്ള വാഹനങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേരുംപടി ചേർത്ത് ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കണം. ത്രിചക്രിക, 3 ചക്രമുള്ളത്. ലോകയാനം, ഒരുപാട് ആളുകളെ കൊണ്ടുപോകുന്ന വാഹനം. ഭാരവാഹകം, ഭാരം വഹിക്കുന്നത്. നൗകായാനം, നൗക നമുക്ക് പരിചയമുള്ള വാക്കാണ്. ഇനി മഹാനൗക, വലിയ നൗക. റെയിൽ യാനം, വിമാനം. മഞ്ചഹ, പുഷ്പക വിമാനം. അപ്പോൾ ഇതുമൊന്ന് ചേരുംപടി ചേർത്ത് നോക്കുക. ഇന്നത്തെ സംസ്കൃത സംഭാഷണം 2 വീട്ടമ്മമാർ തമ്മിലുള്ളതാണ്. അപ്പോൾ വീണ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീട്ടിൽ രമ എന്ന് പറയുന്ന ഒരു സ്ത്രീ വരുന്നു. അപ്പോൾ വീണ ചോദിക്കുന്നു, ഓ രമാ ഭഗിനി ആഗച്ഛതു. രമ, ഭവതി കിം കരോതി? വീണ, അഹം പാകാർത്ഥം, പാകാർത്ഥം ഭക്ഷണം പാകം ചെയ്യാൻ, ശാകാനി കർത്തയതി, പച്ചക്കറികൾ അരിയുകയാണ്. കർത്തയതി അസ്മി, ഞാൻ എന്ന് പറയാനാണ് അസ്മി. അഹം അങ്ങനെ ചെയ്യുന്നു, ഞാൻ അങ്ങനെ ചെയ്യുന്നു. രമ, ഏവം വാ, അസ്തു ഭവതി അനുവർത്തയതു, ശരി തുടർന്നോളൂ, നിർത്തണ്ട. അഹം അത്രയേവ ഉപവിശാമി, അങ്ങനെ അവർ നിലത്തിരിക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം വീണയും നിലത്തിരുന്നാണ് പച്ചക്കറി അരിയുന്നത്. അപ്പോൾ രമയും അവിടെ താഴെ തന്നെ ഇരിക്കാൻ പോകുന്നു. അഹം അത്രയേവ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം എന്ന് പറഞ്ഞ് ഇരിക്കാൻ പോകുമ്പോൾ വീണ പറയുന്നു, തിഷ്ഠതു, നിൽക്കൂ നിൽക്കൂ. അഹം പീഠം ദദാമി, ഞാൻ ഒരു സ്റ്റൂൾ എന്തെങ്കിലും എടുത്തിട്ട് വരാം. രമ, മാസ്തു ഭോ ന ആവശ്യകം, അതൊന്നും ആവശ്യമില്ല. ഏവം ഉപവിശ്യ, ഇങ്ങനെ തന്നെ ഇരുന്നു കൊണ്ട് സംഭാഷണം കുർമഹ, നമുക്ക് വർത്തമാനം പറയാം. വീണ, ശരി എങ്കിൽ അസ്തു. രമ ചോദിക്കുന്നു, കാരണം കുറേ പച്ചക്കറികളൊക്കെ അരിയുന്നത് കൊണ്ട്, കിം ഭോ കിമപി വിശേഷ, എന്തെങ്കിലും വിശേഷമുണ്ടോ?
അപ്പോൾ വീണ പറഞ്ഞു ആം മമ അനുജഃ പത്ന്യാസാകം പത്നിയോടുകൂടെ മധ്യാഹ്ന ഭോജനാർത്ഥം ഉച്ചഭക്ഷണത്തിന് ആഗച്ഛതി വരുന്നുണ്ട്. അതഃ ബഹുകാര്യാണി കർത്തവ്യാനി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. രമ ചേദഹം സഹായം കരോമി എങ്കിൽ ഞാനും സഹായിക്കാം. വദതു കിം കർത്തവ്യം എന്താ ചെയ്യേണ്ടത്? വീണ ന ഭഗിനി ഭവതി തത്ര ഉപവിശ്യതു വേണ്ട ചേച്ചി നിങ്ങൾ അവിടെ ഇരുന്നോളൂ. അഹം കരോമിയേവ ഞാൻ ചെയ്തോളാം. അപ്പോൾ രമ ചിന്താമാസ്തു ഇതൊന്നും ഒരു ഫോർമാലിറ്റി വേണ്ട. ശീഘ്രം കരണീയം ഖലു പെട്ടെന്ന് ചെയ്യണ്ടേ ഞാനും സഹായിക്കാം. അപ്പോൾ വീണ പറഞ്ഞു ധന്യവാദഃ ശരി ചേച്ചിക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞ് അനുവദിക്കുന്നു. ഇന്നത്തെ സുഭാഷിതം സുഖസ്യ അനന്തരം ദുഃഖം ദുഃഖസ്യ അനന്തരം സുഖം ന നിത്യം ലഭത്തെ ദുഃഖം ന നിത്യം ലഭത്തെ സുഖം. ജീവിതത്തെ നമ്മൾ ശരിക്കൊന്ന് നിരീക്ഷിച്ചാൽ അറിയാം ഏത് സുഖത്തിനും ഒടുക്കം ഒരു ദുഃഖമുള്ള എന്തെങ്കിലും ഒന്ന് നമ്മെ കാത്തിരിപ്പുണ്ടാകും. ദുഃഖസ്യ അനന്തരം അതേസമയം നമുക്ക് ഒരുപാട് ദുഃഖം തന്നിട്ട് നമ്മൾ ഒരുപാട് വിഷമിച്ചിരിക്കുമ്പോൾ പക്ഷേ അതിൻ്റെ അവസാനം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത് പിന്നീട് ഒരു സുഖമായിട്ടും തീരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നു നിത്യം എല്ലായ്പ്പോഴും ആർക്കും ന ദുഃഖം ലഭതേ ദുഃഖം എല്ലായ്പ്പോഴും ഉണ്ടാവുക അങ്ങനെയൊന്നില്ല. ന സുഖം നിത്യം ലഭതേ അതുപോലെ തന്നെ സുഖവും എപ്പോഴും സുഖം എന്നത് ഒരാൾക്കും ലഭിക്കുകയില്ല. അപ്പം ഈ ഒരു തത്വത്തെ നമ്മൾ മനസ്സിലാക്കിയാൽ സുഖം വരുമ്പോൾ അമിതമായി ആഹ്ലാദിക്കുകയുമില്ല, ദുഃഖം വരുമ്പോൾ അമിതമായി വിഷാദത്തിന് അടിമപ്പെടുകയും ഇല്ല. അപ്പോൾ ഈ ഒരു സുഭാഷിതം നല്ല ഒരു പാഠമാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇന്നത്തെ സംസ്കൃതം ക്ലാസ് അവസാനിക്കുന്നു. ധന്യവാദഃ. ശ്ലോക 10 ത്വദ്ഭക്തിസ്തു കഥാരസാമൃതഝരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീമക്ലേശതസ്തന്വതി സദ്യസിദ്ധികരീ ജയത്യൈ വിഭോ സൈവാസ്തു മേ ത്വത്പദ പ്രേമപ്രൗഢിരസാർദ്രതാ ദ്രുതതരം വാതാലയാധീശ്വര. പദച്ഛേദഃ ത്വദ്ഭക്തിഃ തു ത്വദ്ഭക്തിസ്തു കഥാരസ അമൃതഝരീ നിർമ്മജ്ജനേന കഥാരസാമൃതഝരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീം അക്ലേശതഃ തന്വതി വിമലപ്രബോധപദവീമക്ലേശതസ്തന്വതി സദ്യഃ സിദ്ധികരീ ജയതി ഐ വിഭോ സാ ഏവ അസ്തു സൈവാസ്തു മേ ത്വത്പദ പ്രേമ പ്രൗഢി രസ ആർദ്രത. ത്വത്പദ പ്രേമ പ്രൗഢിരസാർദ്രത ദ്രുതതരം വാതാലയാധീശ്വര. Now Anvaya with meaning. Tvat-bhaktihi tu, devotion to you indeed. Katha-rasa amrita-jhari, in the flow of nectar showering from your stories. Nirmajjanena, by submerging in its bliss. Swayam siddhyandi, is self-attainable directly. Vimala prabodha padavi, Vimalam, the pure form, the state of pure prabodha knowledge. Knowledge and enlightenment, akleshataha, without any effort, tanvati, bestows. Sadhya siddhigari, instant achievement.
So, is Jayati is superior to the other two paths, that is Karma Yoga and Jnana Yoga. This Bhakti Yoga is Vishishyate, is very special. I Vibho Vatalayadhishwara, O Universal Lord Guruvayurappa, Sa Eva, Sa Bhakti Eva Astu, Astu may I have that Drutataram, very soon. Here Melpatu says about the speciality of bhakti. The devotion to you is easily attainable just by submerging oneself in the nectaring flood of your stories. It's very, very easy. This can be done without much effort, and it instantly leads to pure knowledge. O Lord of Guruvayur, may I soon experience that state of melting of the heart in intense love for your lotus feet. Tvad-bhaktistu katharasa-mridachare nirmajjanena swayam siddhyanti विमलप्रबोधपदवीमक्लेशतस्तन्वते सद्यसिद्धिकरी जयत्यै विभो सैवास्तु मे त्वत्पदप्रेम प्रौढिरसार्द्रता द्रुततरं वातालयाधीश्वरा सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्दा गोविन्द